മുടി ഭ്രാന്ത് പിടിച്ച പോലെ വളരും. ഇതാണ്ട് ഈ പതഞ്ഞു പോകുന്ന മിശ്രിതം തലയിലൊന്ന് പുരട്ടിയാൽ മതി. മുടി സംരക്ഷണത്തിനായി നമ്മൾ പുരുഷന്മാരായാലും അല്ല സ്ത്രീകളായാലും 10,000 രൂപ ചിലവാക്കാറുണ്ട്. പല തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാറുണ്ട്. കാര്യം മുടി കൊഴിച്ചിൽ അത്രത്തോളം ശല്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുളിച്ച് കഴിയുമ്പോൾ അറിയാൻ പറ്റും നമ്മുടെ മുടി എത്രത്തോളം കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം ഈ പറയുന്ന ഞാൻ പരീക്ഷിച്ചിട്ടുള്ള സംഭവമാണ്. നിങ്ങൾക്കിപ്പോൾ എൻ്റെ മുടി കാണുമ്പോൾ അറിയാം എനിക്ക് കഷണ്ടി ഒന്നും ആയിട്ടില്ല, അത്യാവശ്യം നല്ല മുടിയുണ്ട്. ഇത് നല്ല റിസൾട്ട് കിട്ടുന്നൊരു സാധനമാണ്. അപ്പോൾ സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും മുടി കൊഴിച്ചിൽ അതുപോലെ തന്നെ മുടിക്കുണ്ടാകുന്ന സകല പ്രശ്നങ്ങളും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അത് ചെറിയ 1-2 കൂട്ടം സാധനങ്ങൾ വേണം. അത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഐറ്റങ്ങളാണ്. അപ്പം ആദ്യം തന്നെ കാണിച്ചു തരാം. നമുക്ക് ആദ്യം വേണ്ടുന്നത് കറിവേപ്പിലയാണ് കേട്ടോ. കുറച്ചധികം കറിവേപ്പില വേണം. പിന്നെ വേണ്ടുന്നത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി നമുക്ക് ഇതുപോലൊരു 10 ചെറിയ ഉള്ളിയോളം എടുക്കാം. പിന്നെ വേണ്ടുന്നത് തേയിലപ്പൊടിയാണ്, ചായപ്പൊടിയാണ്. പിന്നെ വേണ്ടുന്നത് കുറച്ച് അരിയാണ്. ഇത് മാത്രം പോരാ, ഇതിനകത്തൊരു ഇമ്പോർട്ടൻറ്റ് സാധനമുണ്ട്. ഞാനിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് കാണിച്ചു തന്നതിന് ശേഷം ഞാൻ ആ ഒരു ഇമ്പോർട്ടൻറ്റ് സാധനം ഉണ്ടെന്ന് പറഞ്ഞോടെ ചേർത്ത് കാണിച്ചു തരാം. ആദ്യം തന്നെ നമുക്ക് 1 ഗ്ലാസ് വെള്ളം എടുക്കാം. അത് ഇതുപോലൊരു ചായപാത്രം പോലുള്ള ഏതിലേലും വെച്ച് ഇതിനെ ഒന്ന് ചൂടാക്കണം. അപ്പം ആദ്യം തന്നെ നമുക്ക് ഈ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. എത്രത്തോളം ചെറിയ ഉള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ചായപ്പൊടിയാണ്. തേയിലപ്പൊടി നമുക്ക് ഒരു 1.5 സ്പൂൺ ഇടാം. 1.5 സ്പൂണ് ചായപ്പൊടി ഇട്ടേക്കാം. അതിന് ശേഷം നമുക്ക് അരി എന്ന് പറയുന്നത് ഏത് അരി ആയാലും മതി കേട്ടോ. അരിക്ക് എല്ലാത്തിനും ഗുണമുണ്ടാവും. കാരണം ഇത്രത്തോളം ഒരു പിടി അരി ഇട്ട് കൊടുക്കുക. പിന്നെ കറിവേപ്പിലയുടെ കാര്യം അറിയാമല്ലോ, കറിവേപ്പില എല്ലാത്തിനും നല്ലതാണ്. നമുക്ക് എത്രത്തോളം ഇടാവോ അത്രത്തോളം കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇതിനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി തിളപ്പിച്ച് ഇത് നല്ല രീതിയിൽ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു സാധനം കൂടി ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം നന്നായിട്ട് തിളപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിനെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കുകയാണ് കേട്ടോ. വേണ്ടേ, അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞ ഒരു ഇമ്പോർട്ടൻ്റ് സാധനം എന്ന് പറയുന്നത് ഷാമ്പു ആണ് കേട്ടോ. നമുക്ക് മിക്കവാറും വീട്ടിൽ എല്ലാവർക്കും ഉണ്ടാവും ഷാമ്പു. ഇതിപ്പോൾ ഒന്ന് ചെറുതായിട്ട് തണുത്തിട്ടുണ്ട്. നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രമേ ഈ ഷാമ്പു ഒഴിക്കാവൂ. ഷാമ്പു നമുക്ക് വേണ്ടേ ഇത്രത്തോളം ഷാമ്പു ഒഴിച്ചിട്ടുണ്ട്. ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ കുളിക്കുന്ന സമയത്ത് തലയിൽ തേച്ച് നന്നായിട്ട് പതപ്പിക്കുക. നല്ലപോലെ ഇത് പതയും. കാര്യം ഷാമ്പു കൂടെ ഉള്ളതുകൊണ്ട് നല്ലപോലെ ഇത് പതയാൻ സാധ്യതയുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല റിസൾട്ട്, അതല്ല അടിപൊളി റിസൾട്ടുണ്ട്. ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ട്. ഉപയോഗിച്ചതിന് ശേഷമാണ് ഞാനിത് പറയുന്നത്. നമുക്ക് മുടി കൊഴിച്ചിലിന് മാത്രമല്ല, നമുക്ക് മുടി കിളിക്കാനും നമുക്ക് പുതിയ മുടി കിളിർത്ത് വരാനും നമുക്ക് നല്ലപോലെ, സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ ഇത് ഉപകാരപ്പെടുന്നത്. അതുപോലെ തന്നെ പുരുഷന്മാർക്കായ പോലും മുടി കൊഴിച്ചിൽ ഒരുപാടുള്ളവർക്ക്, കാര്യം നെറ്റ് കയറുന്ന പോലെയൊക്കെയുള്ള സ്റ്റാർട്ടിങ് സമയമാണെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ചാൽ മതി. നിങ്ങൾക്ക് നല്ല രീതിയിൽ അവിടെ മുടി കിളിർത്ത് വരും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഞാൻ പറയാം. അലർജി പ്രശ്നം എന്തെങ്കിലും ഉള്ള ആൾക്കാരാണെങ്കിൽ, ഏതെങ്കിലും രീതിയിൽ അലർജി പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ ഒരു കാരണവശാലും ഇത് ഉപയോഗിക്കേണ്ട. കാര്യം എന്തെങ്കിലും സ്കിന്നിന് അലർജി അഥവാ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾ വേറെ കൈകളിലോ എവിടെയെങ്കിലും ഒന്ന് പുരട്ടി ഒരു 10-15 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കുക. അവിടെ എന്തെങ്കിലും രീതി ചൊറിച്ചിലോ കാര്യങ്ങളോ വല്ലതും ഉണ്ടായെങ്കിൽ ഇതൊരു കാരണവശാലും ഇത് പുരട്ടണ്ട. അപ്പം ഉറപ്പായിട്ടും നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കണം. അത്ര റിസൾട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഓക്കെ, ബൈ.